കോട്ടയം തിരുവാർപ്പ് ജെ ബ്ലോക്ക് പാടശേഖരത്തിലെ നെല്ല് സംഭരണം അവതാളത്തിൽ മില്ലുടമകൾ ആവശ്യപ്പെട്ട കിഴിവ് കർഷകർ സമ്മതിക്കാതെ വന്നതോടെ നെല്ല് സംഭരിക്കപ്പെടാതെ കിടക്കുകയാണ്. കിഴിവില്ലാതെ നെല്ലെടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും മില്ലുടമകൾ നിസ്സഹകരണം തുടരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ദിവസം ഒന്ന് അടിച്ചിടണം, മറിച്ചിടണം, നിലമുള്ളത് മാറ്റണം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല എന്നെ ചെയ്യാനാ. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ ജെ ബ്ലോക്ക് 9,000-ലെ നെല്ലാണ് സംഭരിക്കാതെ കിടക്കുന്നത്. നെല്ല് സംഭരിക്കണമെങ്കിൽ 2% കിഴിവാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. വലിയ നഷ്ടത്തിൽ കൃഷിയിറക്കിയ കർഷകർക്ക് 2% കിഴിവ് കൂടിയാകുന്നത് താങ്ങാനാവുന്നതിനും അപ്പുറമുള്ള നഷ്ടമാണ്. കർഷകർ കിഴിവ് സമ്മതിക്കാതെ വന്നതോടെ നെല്ല് സംഭരിക്കാൻ മില്ലുടമകളും തയ്യാറായില്ല. 14 ദിവസമായി നെല്ല് പാടശേഖരത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് കിഴിവ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു, അത് നടക്കുകയല്ലേ. കിഴിവെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ പാടത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കിഴിവ് വേണമെന്ന് 2 കിലോ കിഴിവ് വേണമെന്ന് നടക്കരുത്. നയിച്ചു പോക്കോട്ടെ, അതാണ് എൻ്റെ കണക്ക്. എനിക്ക് ഒന്നും കിട്ടണമെന്നില്ല. കൃഷി അടുത്താണ്ട് ചെയ്യരുത്, അതിന് ആരാ ഉള്ളതെന്ന് എനിക്കറിയേണ്ടത്. ജില്ലാ കളക്ടർ ഇടപെട്ട് കിഴിവില്ലാതെ സംഭരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും മില്ലുകൾ നിസ്സഹകരിക്കുകയാണ്. നെല്ല് സംഭരിച്ചില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുമെന്ന കളക്ടറുടെ ശാസനം പോലും മില്ലുടമകൾ ചെവികൊണ്ടില്ല. വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അന്വേഷിക്കാൻ ഒരാളുമില്ലേ? എത്ര പേരോട് പറഞ്ഞു കഴിഞ്ഞു, ഏതെല്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. കളക്ടർ ഇടപെട്ടിട്ട് പോലും, ഇതിൻ്റെ അകത്ത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ട് പോലും തീർത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടണ്ടേ? സർക്കാർ അറിഞ്ഞില്ലേ? കൃഷി വകുപ്പ് അറിഞ്ഞില്ലേ? 14 ദിവസമായിട്ട്. അപ്പോൾ ഇത് അടിയന്തരമായി ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം. ഒരു കിഴിവും കൊടുക്കാതെ ആ കിഴിവെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ്, തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് ഈ കർഷകരെ വിധേയരാക്കുന്നത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തിയായി എതിർക്കും. അയ്മനം, ആർപ്പൂക്കര പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ജെ ബ്ലോക്ക് 9,000 പാടശേഖരത്തിലെ 400 ഏക്കറിൽ കൊയ്ത്തു പൂർത്തിയായപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. 3 വർഷമായി കിഴിവൊന്നും ആവശ്യപ്പെടാതെ നെല്ല് സംഭരിച്ച പാടശേഖരം കൂടിയാണിത്. ന്യൂസ് മലയാളം, കോട്ടയം.